നമസ്കാരം. ഇന്ന് സംസാരിക്കാൻ പോണത് വളരെ റിച്ചായിട്ടുള്ള ആൾക്കാർ ഫോളോ ചെയ്യണ 5 നിയമങ്ങളെക്കുറിച്ചാണ് പറയാൻ പോണത്. ഇത് ഞാൻ പലയിടത്തും വായിച്ചതും പിന്നെ പല പല കാര്യങ്ങൾ വായിച്ചാൽ അതിൽ ഏറ്റവും നന്നായിട്ട് തോന്നുന്ന 5 കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ നോക്കുക. ചെയ്യുന്നുണ്ടെങ്കിൽ വെരി ഗുഡ്. അതും കമൻറ്റ് ചെയ്യാട്ടോ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഈ പറയാൻ പോണതിൽ ഏതാണോ 5 കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയാം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഇപ്പോൾ പലരും പറയാറുണ്ടല്ലോ, ഞങ്ങൾ പാവപ്പെട്ടവരാണ്, ഞങ്ങൾ സാധാരണക്കാരാണെന്നുള്ളത്. ഈ സാധാരണക്കാർ പാവപ്പെട്ടവരെന്ന് ആരും പറഞ്ഞിട്ടില്ല, അത് നമ്മൾ തന്നെ പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് തന്നെ ഞാൻ റിച്ചാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ, അല്ലെങ്കിൽ 5 കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തന്നെ പറയാൻ പറ്റും ഞാൻ റിച്ചാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ആവാനായിട്ട് ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കൂടി കമൻറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിരിക്കും. അപ്പോൾ ഇന്ന് പറയാൻ പോണത് 5 റൂൾസ് ബൈ റിച്ച് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഒരു റിച്ച്നെസ് തോന്നണം, അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം ഇത് പറഞ്ഞിട്ട്. അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം പറഞ്ഞ കാര്യത്തിൽ അവർ പൈസന ഒരു ടൂളായിട്ട് മാത്രമേ എടുക്കത്തുള്ളൂ. പൈസ എന്ന് പറഞ്ഞാൽ ഒരു ടൂള്, ഒരു ഉപകരണം, അത് മണി ഈസ് ഈക്വൽ ടു ടൂൾ. അപ്പോൾ ആ ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമ്മുടെ അടുത്ത് നല്ലൊരു ടൂൾ ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പണിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, നമ്മൾ പറഞ്ഞ പോലെ ഒരു സർജൻ്റെ അടുത്ത് കത്തി ഉണ്ടെങ്കിൽ ആ കത്തി ഉപയോഗിച്ചിട്ട് ആൾക്ക് ഓപ്പറേഷൻ ചെയ്തിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ക്യാൻസറോ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്തിട്ട് ഒരാളുടെ അസുഖം നന്നാക്കിയെടുക്കാനായിട്ട് പറ്റും. അതുപോലെ ഒരു ക്രൂവലായിട്ടുള്ള ഒരു വില്ലൻ്റെ അടുത്താണ് കത്തിയിരിക്കുന്നത്, ചിലപ്പോൾ അയാൾക്ക് ഒരാളെ കത്തി എടുത്തിട്ട് ഇങ്ങനെ കുത്തി എന്തെങ്കിലും ഉപദ്രവിക്കാനൊക്കെ പറ്റും. അപ്പോൾ നമ്മൾ പറയില്ലേ പണക്കാർ മോശക്കാരെന്നല്ല, ആ ടൂള് അദ്ദേഹം ഉപയോഗിക്കുന്ന രീതി തെറ്റായി കഴിഞ്ഞാലേ പ്രശ്നമുള്ളൂ. ഇപ്പം ചിലവർ പറയും, ഞാനൊരു സ്കൂളിൽ പോയിട്ട് സംസാരിച്ച ടൈമിൽ ഞാൻ പറഞ്ഞു അധികം കാശ് ഉണ്ടാവാനായിട്ട് എത്ര പേര് കൃഷ്ണുണ്ടെന്ന് പറയുമ്പോൾ കുറച്ച് പേര് കൈകൊണ്ടിരിച്ചു, പക്ഷേ കൂടുതൽ കുട്ടികളും കൈകൊണ്ടിരിച്ചില്ല. അപ്പോൾ ഞാൻ എന്താണ് കാരണം എന്ന് പറഞ്ഞു, നമ്മൾ റിച്ചായി കഴിഞ്ഞാൽ നമ്മൾ മോശം ആൾക്കാരാവും. അതിൻ്റെ പേരിൽ എനിക്ക് അധികം റിച്ചാവേണ്ട, കുറച്ച് ആവശ്യത്തിന് മാത്രം റിച്ചാണ്. അപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു, ഇതൊരു ടൂൾ മാത്രമാണ്. അപ്പോൾ ടൂള് ആരെടുത്തിരിക്കുന്നു അയാൾ നല്ലതാണെങ്കിൽ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവർ അങ്ങനെയുണ്ടല്ലോ. അപ്പോൾ എക്സാമ്പിൾ നമ്മൾ രത്തൻ ടാറ്റയുടെയും അതൊക്കെ പറഞ്ഞപ്പോൾ ശരിയാണല്ലോ, അവരെല്ലാവരും റിച്ചുമാണ്, പക്ഷേ അവർ നല്ല ആൾക്കാരുടെ പേരിൽ അവർക്ക് ഇത്ര കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കുട്ടികൾക്ക് മനസ്സിലായി. അപ്പോൾ നമ്മുടെയും അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൂൾ എന്നുള്ള രീതിയിൽ ഉപയോഗിക്കണമെങ്കിൽ ആ ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തൊക്കെ നല്ല കാര്യം ചെയ്യാൻ പറ്റും. നമുക്ക് ചിലപ്പോൾ ഫ്രീഡം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുടുംബത്തിൽ ചിലപ്പോൾ നമുക്ക് വീട്ടുകാരുടെ അധികം നേരം സമയം ചിലവാക്കാൻ പറ്റും. അല്ലെങ്കിൽ വീട്ടിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഹെൽപ്പിന് ആൾക്കാരെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരാൾക്ക് ജോലിയും കൊടുക്കാൻ പറ്റും, അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ സമയങ്ങൾ ക്വാളിറ്റി ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇനി നമുക്ക് ഫാമിലിയായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു വെക്കേഷൻ പോകാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ റോട്ടിൽ വെച്ചിട്ട് എന്തെങ്കിലും ആൾക്കാർക്ക് എന്തെങ്കിലും പ്രശ്നം തന്നെ, അപ്പോൾ നമ്മൾ ചിലപ്പോൾ അതിൽ കയറി ഇടപെട്ടാൽ, കാരണം ചിലപ്പോൾ അത് കാശ് ഇടണമെന്ന്. പക്ഷേ നമുക്ക് നമ്മുടെ അടുത്ത് കാശ് അത്യാവശ്യം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇത് പിടിച്ചോളാൻ പറയും, നമുക്ക് സന്തോഷത്തോടെ അത് കൊടുക്കാൻ പറ്റും. അപ്പോൾ എന്തൊക്കെ ആവശ്യങ്ങളാണ്. അപ്പോൾ ഈ മണി എന്നുള്ള രീതിയിൽ ഒരു ടൂൾ എന്നുള്ള രീതിയിൽ കാണണമെങ്കിൽ വി ക്യാൻ അച്ചീവ് ലോഡ് ഓഫ് ഫ്രീഡം, വി ക്യാൻ അച്ചീവ് ലോഡ് ഓഫ് ചാരിറ്റി ചെയ്യാൻ പറ്റും, വി ക്യാൻ അച്ചീവ് ലോഡ് ഓഫ് ഹാപ്പിനെസ്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഈവൻ ഇത് തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പൈസ കൂട്ടി ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ പലപ്പോഴും കേട്ടിട്ടില്ലേ, റിച്ച് മേക്ക് മോർ മണി, പൂർ ബിക്കം പൂറർ. കാശുകാരൻ പിന്നെയും കാശാണ്. അത് കാരണം സിമ്പിളാണ്. ഇപ്പോൾ പൈസക്കാരൻ്റെ ചിലപ്പോൾ ഒരു 10 കോടി ഉണ്ടാവും. ഈ 10 കോടി ആളിപ്പോൾ വേറൊന്നും വേണ്ട, ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ തന്നെ എല്ലാ വർഷവും 12 ലക്ഷം ഇപ്പോൾ 1.2 crore ആൾക്ക് ഇൻകമായിട്ട് അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ ഒരു പൂറായിട്ടുള്ള ആൾക്ക് ചിലപ്പോൾ മാറ്റി വയ്ക്കാൻ പറ്റുന്ന 1 ലക്ഷം രൂപയായിരിക്കും. 1 ലക്ഷം മാറ്റി വെച്ച് കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് ഇവന് 10% അല്ലെങ്കിൽ 12% കിട്ടിക്കഴിഞ്ഞാൽ 12,000 രൂപയെ ആൾക്ക് കിട്ടത്തുള്ളൂ. ഈ 12,000 രൂപ ഉണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ? ഇനി അതല്ല, ഇതൊരു 7 വർഷം ഇൻവെസ്റ്റ് ചെയ്ത് നോക്കി, അങ്ങനെ 10 കോടി 7 വർഷം ഇൻവെസ്റ്റ് കഴിഞ്ഞാൽ 20 കോടിയാക്കാൻ പറ്റും. 1 ലക്ഷം രൂപ. അപ്പോൾ നമ്മൾ വിചാരിക്കും 7 വർഷം കൊണ്ട് 2 ലക്ഷമായിട്ട് എന്ത് കാര്യമുണ്ട്? നമ്മൾ വിചാരിക്കും ഈ 1 ലക്ഷം നാളെ തന്നെ എനിക്കല്ലെങ്കിൽ 1 വർഷം കൊണ്ട് എനിക്ക് ഡബിളാണെന്ന്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യില്ല, പോൺസി സ്കീമിൽ കൊണ്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ഷെയർ മാർക്കറ്റിൽ ഏതെങ്കിലും പെന്നി സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യും. ചിലപ്പോൾ ആ പൈസ ഭാഗ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഡബിളാവും. ആ ഭാഗ്യം ചിലപ്പോൾ ഒരു 0.1% ഉണ്ടാവുള്ളൂ. ഭാഗ്യമില്ലെങ്കിൽ എന്ത് ചെയ്യും,
അത് മൊത്തം സീറോ ആവും. ഇത് ലോട്ടറി എടുക്കുന്നതും സെയിം മൈൻഡ് സെറ്റ്. നമുക്ക് പെട്ടെന്ന് റിച്ച് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ 100 രൂപ വെച്ചിട്ട് നമ്മൾ എല്ലാ ദിവസവും ലോട്ടറി എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് 1 കോടി ഉണ്ടാവണമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ അത് ഉണ്ടാവാനുള്ള സാധ്യത ഭയങ്കര കുറവാണ്. ഇതാണ് ഈ പറഞ്ഞ പൈസ ഒരു ടൂളായിട്ട് ഉപയോഗിക്കുന്നതും പൈസ ഒരു ബേർഡനായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരും തമ്മിലുള്ള ഒരു വ്യത്യാസം പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അതേപോലെ തന്നെ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ക്യാഷ് ഫ്ലോ ഫോക്കസ് ചെയ്യും. ആൾക്ക് അതിൽ നിന്നൊരു വരുമാനം കിട്ടുന്ന വിധത്തിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഇപ്പോൾ ഒരു റെൻറ്റിനൊരു സാധനം വാങ്ങി അവർ ഏറ്റവും കൂടുതൽ റെൻറ്റ് കിട്ടുന്ന സ്ഥലത്തായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ്സിൽ ഇൻവെസ്റ്റ് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു ഇൻകം കിട്ടുന്ന വിധത്തിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എപ്പോഴും അവരെന്ത് ബിസിനസ് ചെയ്യണമെങ്കിലും അതിൽ നിന്ന് എത്ര വരുമാനം കിട്ടും നോക്കും. അപ്പോൾ പലപ്പോഴും നമ്മൾ ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു എക്സ്പെൻസ് കഴിഞ്ഞിട്ട് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ 12% റിട്ടേൺ കിട്ടും. എന്ന് വെച്ചാൽ നമ്മൾക്ക് ആ ബിസിനസ്സിൽ നിന്ന് അറ്റ്ലീസ്റ്റ് എല്ലാ ചിലവും കഴിഞ്ഞിട്ട് ഒരു 20% അല്ലെങ്കിൽ 30% കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് ചെയ്യേണ്ട കാര്യമുള്ളൂ. അല്ലാതെ മര്യാദയ്ക്ക് ഒന്നും ചെയ്യേണ്ട. ആ പൈസ നേരെ കൊണ്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇട്ടാൽ പോലെ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് നമുക്കൊരു അസറ്റും എല്ലാവരും കൂടിയിട്ട് ഒരു 1 കോടി രൂപ ഉണ്ടെന്നായിരിക്കും. നമ്മൾ ജോലിക്കാരെല്ലാം വെച്ച് നടത്തുന്നു. എല്ലാ ചിലവും കഴിഞ്ഞിട്ട് നമുക്ക് ഒരു വർഷം ഒരു 20% തൊട്ട് 30% വരെ കിട്ടണമെങ്കിൽ ആ ബിസിനസ് ചെയ്യണേക്കാളും ഭേദം 1 കോടി നേരെ കൊണ്ടുപോയിട്ട് മ്യൂച്വൽ ഫണ്ടിലിട്ടാൽ പോരെ. അല്ലെങ്കിൽ ഇപ്പം FD ആയിട്ട് വെച്ചാൽ 6% കിട്ടില്ലേ. അപ്പോൾ അതിനേക്കാളും കൂടുതൽ നമുക്ക് കിട്ടണം. ആ ക്യാഷ് ഫ്ലോ കൃത്യമായിട്ട് വെക്കണം. ഇപ്പോൾ പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ റിച്ച് ആയിട്ടുള്ള ആളുകൾ പലപ്പോഴും ചെയ്യണ കാര്യം വെച്ചാൽ അവർ ചിലപ്പോൾ ഒരു പറമ്പിൽ ഇൻവെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അവർ FDയിൽ ഇൻവെസ്റ്റ് ചെയ്യും. അത് അവർ ഇതിൻ്റെ റിസ്ക് കുറയ്ക്കാൻ വേണ്ടി മാത്രമേ അവർ FDയിൽ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ, അല്ലാന്നെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതിൽ നിന്നൊരു ക്യാഷ് ഫ്ലോ കിട്ടുന്ന രീതിയിലത്തെ ഇൻവെസ്റ്റ്, അല്ലെങ്കിൽ അവർ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഇപ്പോൾ നമുക്ക് ഫോറിനിലൊക്കെ ഇപ്പോൾ NRIസിലേക്ക് ഉണ്ടാവും. ചിലപ്പോൾ അവരൊരു ചായക്കടയിൽ ഇൻവെസ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു തുണിക്കടയിൽ ഇൻവെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതെല്ലാം അവർക്ക് കൃത്യമായിട്ട് നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ക്യാഷ് ഫ്ലോനെ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പൈസ അവർക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ തന്നെ ഇവർക്ക് എപ്പോഴും നോക്കേണ്ട കാര്യം വെച്ചാൽ അവർ എന്തെങ്കിലും അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പ്രധാനപ്പെട്ടായിട്ട് അവർ നോക്കേണ്ട കാര്യം വെച്ചാൽ ടൈം വാങ്ങാൻ നോക്കും. അവർ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങണേക്കാളും കൂടുതൽ അവർ ടൈം ഫ്രീ ആക്കാൻ നോക്കും. ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോൾ കുറേ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഫോൺ വാങ്ങണത്, അത് വാങ്ങണത്, ഇതൊക്കെ ആഡംബര സാധനങ്ങളായിരിക്കും നമ്മൾ ചിലപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കണം. അതിൽ വലിയ കാര്യമില്ല. പക്ഷേ നമ്മൾക്കിപ്പോൾ ഒരു വീട്ടിൽ നമുക്ക് ഒരു ജോലിക്ക് ഒരാളെ വെച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കുക്ക് ചെയ്യണമെന്നതിൻ്റെ എല്ലാത്തിൻ്റെ സമയം, ഞാനിതൊരു സിമ്പിളായിട്ട് പറഞ്ഞ സമയം നമുക്ക് അത്രയും കിട്ടിയത്. അപ്പോൾ ഓരോരോ കാര്യങ്ങൾക്കും അവർ സമയം എങ്ങനെ അവർക്ക് ഫ്രീ ആക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ചില ഒരാൾ റൺ ചെയ്യണ ബിസിനസ് ഉണ്ടാവും. അപ്പോൾ ആൾ ചെയ്യണത് എല്ലാ പണിയും അവരൊറ്റയ്ക്കായിരിക്കും ചെയ്യുന്നത്. അതിന് പകരം ചില പണികൾ അവർ കംപ്ലീറ്റ്ലി ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ ഒരു കൃത്യമായിട്ട് ഒരു ജോലി എടുക്കണം. അപ്പോൾ ഇവൻ ഒരു യൂട്യൂബർ അടഞ്ഞായിരിക്കുക. അപ്പോൾ യൂട്യൂബറായിട്ട് ആൾക്കുള്ള ക്വാളിറ്റി ചിലപ്പോൾ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആൾ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ഭയങ്കര ബുദ്ധി ഉപയോഗിക്കണമെങ്കിൽ വളരെ നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഒന്ന് ആലോചിച്ച് ചോദിക്കാൻ മതി. ശരിക്കും പറഞ്ഞാൽ ക്യാമറ പിടിക്കണതും ഇതെല്ലാത്തിനും നമുക്ക് ഒരു പ്രൊഫഷണൽ ഏൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ അദ്ദേഹം ഇത് നമ്മളെക്കാളും വൃത്തിയായിട്ട് ചെയ്യുകയും ചെയ്യും. നമുക്ക് ആ സമയം ഫ്രീ ആണ്. ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കണ്ടൻറ്റ് കൃത്യമായിട്ട് ആലോചിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് സമയം വാങ്ങുന്നതും തിങ്സ് വാങ്ങുന്നതും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അപ്പോൾ സമയം കൂടുതലാണെങ്കിൽ നമുക്ക് ആ പർട്ടിക്കുലർ നിഷിൽ നമുക്ക് കൂടുതൽ സമയം ചിലവാക്കാനും നമുക്ക് ടെൻഷൻ കുറയ്ക്കാനും സ്ട്രെസ്സ് കുറയ്ക്കാനും നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ശരിക്കും റിച്ചുകൾ ചെയ്യുന്നത് ഏറ്റവും ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യുന്ന, പലപ്പോഴും എനിക്ക് വളരെ പരിമിതമായിട്ടുള്ള ചാൻസ് കിട്ടിയപ്പോൾ ഒരു ബില്യനേഴ്സിനോടൊക്കെ സംസാരിക്കാൻ കിട്ടിയിട്ടുള്ള ടൈമിൽ അവർ ചെയ്യുന്ന കാര്യം വെച്ചാൽ അവരെപ്പോഴും അവരെ ഫ്രീ ആക്കി വെക്കാനായിട്ട് നോക്കും. എന്നിട്ട് അവർ കൂടുതൽ ഐഡിയാസിൽ വർക്ക് ചെയ്യാൻ നോക്കും. എന്നിട്ട് ഐഡിയയിൽ നിന്ന് എങ്ങനെ പൈസ ഉണ്ടാക്കാനായിട്ട് നോക്കും. ഇതെപ്പോഴും കാണുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് എപ്പോഴും നോക്കേണ്ട കാര്യമാണ്. പിന്നെ അടുത്ത കാര്യം വെച്ചാൽ അവർ ലേൺ ബിഫോർ ഏൺ. അവർ എന്ത് ബിസിനസ്സിലേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അവർ ആ ബിസിനസ്സിനെ കുറിച്ച് ഭയങ്കരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് അത് പഠിച്ചു കഴിഞ്ഞിട്ടേ ആ ബിസിനസ്സിലേക്ക് ഇറങ്ങുള്ളൂ. അല്ലാണ്ട് അവർ ഒരു പെട്ടെന്ന് ഒരൊറ്റയടിക്ക് ഇറങ്ങി അവർ പുറപ്പെടുന്ന ഒരു ചാൻസ് ഇല്ല. അപ്പോൾ ഇത് തന്നെ ഞാനൊരിക്കലും ഒരു ബില്യണറോട് സംസാരിച്ച ടൈമിൽ ആൾ പറഞ്ഞ കാര്യമാണ്. ആൾ ടൂർ പോകും. ആൾ സിംഗപ്പൂരൊക്കെ പോയി ടൂറൊക്കെ പോയി അവിടെ നിന്ന് കണ്ട ഐഡിയയാണ്. ഹോങ്കോങ്ങിലൊക്കെ പോയിട്ട് അവിടെ നിന്ന് കണ്ട ഐഡിയയാണ് എന്തുകൊണ്ട് അത്തരം പാർക്ക് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നുകൂടാ. അങ്ങനെയാണ് കൊച്ചി സാർ വണ്ടർല തുടങ്ങിയതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പോൾ ഇത് ആദ്യം അദ്ദേഹം മൊത്തം പഠിച്ചു. എന്നിട്ടാണ് ഇതിൽ അത്രയും വേണ്ട. ഈവൻ പലപ്പോഴും നമ്മൾ ഓഫീസിൽ മ്യൂച്വൽ ഫണ്ടിലും ഡിമാറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല വെൽത്തി ആയിട്ടുള്ള ആളുകൾ വരുന്ന സമയത്ത് അവർ ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കും. അവർ ഇതെന്താണ്,
ആ ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് കേൾക്കുമ്പോൾ അറിയാൻ പറ്റും. അവരത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചോദിക്കുന്നത്. ഇതിലത്തെ റിസ്ക് എന്താണ്, അവർ അതിൽ നിന്ന് എത്ര എക്സ്പെൻസ് അതിലുണ്ട്, എത്ര ടാക്സ് വരുന്നുണ്ട്, ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചിട്ടായിരിക്കും അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ അവരൊരു ലക്കിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് അവർക്ക് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ അറിയാൻ പറ്റും. അവർക്ക് ആകെ അറിയേണ്ട കാര്യം വെച്ചാൽ ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ സമയം കൊടുക്കാൻ പറ്റില്ല, ആ സമയത്തിന് നിങ്ങൾ എക്സ്പേർട്സ് പിടിച്ചോ, പക്ഷേ എനിക്കിത് മൊത്തം പഠിപ്പിച്ചായോ എന്താണെന്നോ, എനിക്കിതിനൊരു ട്രാൻസ്പെറൻസി ആയോ, അത് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യുന്നത്. അപ്പോൾ അവർ ഭയങ്കരമായിട്ട് ഓരോ ക്വസ്റ്റ്യൻസൊക്കെ ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ ഒരു വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, പക്ഷേ അത് ഭയങ്കര റിലവൻ്റ് ആയിരിക്കും അവരെ സംബന്ധിച്ച്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് 4ാമത്തെ കാര്യം. ഇനി അടുത്ത കാര്യം വെച്ചാൽ അവർ പ്ലേ ഫോർ ലോങ് ടൈം. അവർ എപ്പോഴും ഈ മറ്റേ എന്താ പറയുക 100 മീറ്റേഴ്സ് റണ്ണ് ഓടാൻ നോക്കില്ല. അതിന് പകരം അവർ നോക്കുന്നത് മാരത്തോൺ ഓടാനാണ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ക്വിക്കായിട്ടൊന്നും കിട്ടണ്ട. ഇപ്പോൾ അവരോട് ഇപ്പോൾ നമ്മൾ പറയില്ല ഈ പർട്ടിക്കുലർ സ്റ്റോക്ക് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഉയർച്ച കിട്ടും, അതിലൊന്നും അവർക്ക് വലിയ താല്പര്യമുണ്ട്. അവർ മിക്കവാറും ഭയങ്കര റിച്ച് ആയിട്ടുള്ള കാര്യം ലോട്ടറി എടുക്കണ്ടാവില്ല. അവരെപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യം വെച്ചാൽ ഇതിൽ നിന്നൊരു എനിക്കൊരു ഷുവർ ഷോട്ടായിട്ടുള്ളൊരു ഗ്രോത്ത് കിട്ടിയാൽ മതി, ആ ലെവലിലേ അവർ നോക്കത്തുള്ളൂ. ഇതെപ്പോഴും നമ്മൾ നോക്കും. ഇവൻ നമ്മുടെ നാട്ടിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ലോട്ടറി എടുക്കുന്നത് നിങ്ങൾ ആരെങ്കിലും വന്നിട്ട് ഒരു നല്ലൊരു കാറിൽ വന്നിട്ട് ആരെങ്കിലും ലോട്ടറി എടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? പക്ഷേ നമുക്ക് എപ്പോഴും കാണാൻ പറ്റും കാലത്ത് 6 മണി തുടങ്ങിയിട്ട് ലോട്ടറി ഷോപ്പ് ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിൽ ഓപ്പണാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യം വെച്ചാൽ ഇവർക്ക് എല്ലാവർക്കും ക്വിക്ക് വിന്നാണ് ഇവർക്ക് വേണ്ടത്. പക്ഷേ റിച്ച് ആയിട്ടുള്ള ആളുകൾ എപ്പോഴും കാരണം വെച്ചാൽ അവർ കൃത്യമായിട്ട് പണിയെടുത്തിട്ട് അതിൽ നിന്ന് എങ്ങനെ ഇൻകം ഉണ്ടാക്കിയെടുക്കാനായിരിക്കും അവർ ശ്രദ്ധിക്കുന്ന കാര്യം. അവർ ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും ലോങ് ടൈം തിങ്കിങ്ങിലേക്കായിരിക്കും അവർ നോക്കി ഇൻവെസ്റ്റ് ചെയ്യണത്. ഈ കാര്യം ബേസിക്കായിട്ട് അവർ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇവൻ നമുക്ക് ഫേമസ് ആയിട്ടുള്ള ജെഫ് ബിസോസിൻ്റെയും ഇവരുടെയൊക്കെ ആമസോൺ റൺ ചെയ്യണതിൻ്റെയൊക്കെ ബുക്കുകൾ വായിച്ചാലും അവർ ഇൻ്റർവ്യൂസൊക്കെ വായിച്ചാലും അവരറിയാൻ പറ്റും ഓരോ ബിസിനസ്സിലും ചെയ്യുന്ന കാര്യം വെച്ചാൽ ഈ ബിസിനസ് അടുത്ത 10 കൊല്ലത്തേക്കോ 20 കൊല്ലത്തേക്കോ നിലനിൽക്കുമോ അങ്ങനെ നോക്കിയിട്ടായിരിക്കും അവർ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങളാണ് സാധാരണ റിച്ച് ഫോളോ ചെയ്യണ നിയമങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റിച്ചായിട്ട് ആളുകൾ പണത്തിനെ ടൂളായിട്ട് എടുക്കും, അവർ ക്യാഷ് ഫ്ലോന് പ്രാധാന്യം കൊടുക്കും, അവർ സമയം വാങ്ങാൻ നോക്കും സാധനങ്ങൾ വാങ്ങണേക്കാളും കൂടുതൽ. അവരെപ്പോഴും എന്തെങ്കിലും ചെയ്യണേക്കാളും മുന്നേ ലേൺ ചെയ്യാൻ നോക്കും, എന്നിട്ടായിരിക്കും അവർക്ക് ഏണിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവരെപ്പോഴും ഓരോ കാര്യങ്ങളും ലോങ് ടൈമിലേക്ക് തിങ്ക് ചെയ്തിട്ടായിരിക്കും അവർ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നതായാലും ഇൻവെസ്റ്റ് ചെയ്യണതായാലും നോക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, നിങ്ങളിതൊക്കെ ഏതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് കമൻറ്റിൽ പറഞ്ഞാൽ നന്നായിരിക്കും. ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കുന്നു. നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് അടുത്ത ദിവസം ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.